ഹായ് ഗൈസ്, വെൽക്കം ടു മൈ കിച്ചൻ. ഡെയിലി പോലെ നമ്മൾ ഇന്ന് ഒരു പുതിയ ഡിഷ് ഉണ്ടാക്കാൻ പോകുന്നത്. പുതിയതായിട്ട് ഒരു റെസിപ്പി കണ്ടുപിടിച്ച് നാടൻ കേരള സ്റ്റൈൽ സൗത്ത് ഇന്ത്യൻ ബേസിക് സൗത്ത് ഇന്ത്യൻ സ്റ്റൈൽ നമ്മൾ ഹോം മെയ്ഡ്. അപ്പം പേര് നമ്മൾ പറയില്ല, എങ്ങനെയാണ് നിങ്ങൾ നോക്കിയിട്ട് ടേസ്റ്റ് കൺസെൻട്രേഷൻ എങ്ങനെയുണ്ട് നോക്കിയിട്ട് നിങ്ങൾ തന്നെ പറയണം. ഓക്കെ, നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് അങ്ങോട്ട് പോകാം. ഓക്കെ, പോവാം. ഓക്കെ, നമ്മൾ പാൻ എടുത്തു. അതിൽ കുറച്ച് ജീരകം, കുറച്ച് ഗാർലിക്, കുറച്ച് കരിവേപ്പില എല്ലാം ഇട്ടിട്ട് അത് കുറച്ച് ഗ്രേറ്റ് കോക്കനട്ട് എടുത്തു. നല്ലതായിട്ട് സോട്ട് ചെയ്തെടുക്കാം. കുറച്ച് ബ്രൗൺ കളർ ആക്കണം. ഓക്കെ, ഈ ബ്രൗൺ കളർ ആയ ശേഷം കുറച്ച് മസാല ചേർക്കാം. മഞ്ഞൾപ്പൊടി, കാശ്മീരി ചില്ലി പൊടി, സാധാ കേരള ചില്ലി പൊടി, കുറച്ച് മല്ലിപ്പൊടി എല്ലാം ചേർത്തിട്ട് എല്ലാം നല്ലതായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഓക്കെ, മിക്സ് ചെയ്തെടുത്തിട്ട് ഇങ്ങനെ ബ്രൗൺ കളറായ ശേഷം ഓക്കെ, നമ്മൾ സോൾട്ട് വേണമെങ്കിൽ ചേർക്കാം, മസ്റ്റായിട്ട് ചേർക്കണം അങ്ങനെ ആവശ്യമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ വേറെ പാൻ എടുത്ത് ഒരു ചിക്കൻ നോക്കി കട്ട് ചെയ്തെടുത്ത് സോൾട്ട്, സെയിം മസാല, സാധാ ചില്ലി പൊടി, കേരള കാശ്മീർ ചില്ലി പൗഡർ, മല്ലിപ്പൊടി, ബ്ലാക്ക് പെപ്പർ പൗഡർ, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, കുറച്ച് റൈസ് പൗഡർ, വിനീഗർ ഇട്ട് നല്ലതായിട്ടത് മിക്സ് ആക്കി എടുക്കാം. ഓക്കെ ഓക്കെ എങ്ങനെയാണ് മിക്സ് ആക്കാൻ, നല്ലതായിട്ടത് മിക്സ് ആക്കി എടുത്തിട്ട് കുറേ 10-20 മിനിറ്റ് ആ മസാല പിടിക്കാൻ വേണ്ടി അത് വെച്ചിരിക്കണം. അപ്പോൾ നമ്മൾ വേറെ പാൻ എടുത്ത് അത് നോക്കി ഇങ്ങനെ ഹീറ്റായി, ഇനി അത് ഫ്രൈ ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിം വെച്ചിട്ട് എല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. ഓവർ ബ്ലാക്ക് ആവാൻ പാടില്ല. ഓക്കെ, നല്ലതായിട്ട് കുക്ക് ചെയ്യണം. നോക്കിയോ, നല്ല നമ്മൾ ചിക്കൻ ഫ്രൈ ആയി, അതിനകത്ത് മാറ്റിയെടുത്തു. ഇനി നമ്മൾ ഗ്രേവി ഉണ്ടാക്കാൻ പോകുന്നു. അപ്പോൾ ഒരു പാൻ എടുത്തു, ആ ഫ്രൈ ചെയ്ത ഓയിൽ തന്നെ എടുത്തിട്ട് അതിൽ കുറച്ച് മസ്റ്റേർഡ്, കുറച്ച് ജീരകം, പെരുംജീരകമാണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, കുറച്ച് ഓണിയൻ സ്ലൈസ് ചെയ്തെടുത്ത് നല്ലതായിട്ട് സോട്ട് ചെയ്തെടുത്തിട്ട് കുറച്ച് കരിവേപ്പിലയൊക്കെ ചേർക്കാൻ പോകുന്നത്. ഓക്കെ, ഗ്രീൻ ചില്ലി, നമ്മൾ ഗ്രീൻ ചില്ലി സ്ലൈസ് ചെയ്തിട്ട് കുറച്ച് കരിവേപ്പില ഇട്ട് നല്ലതായിട്ട് സോട്ട് ചെയ്തെടുക്കാം. ഓക്കെ, ഇനി നമ്മൾ അതിൽ ചേർക്കാൻ പോകുന്നത് കുറച്ച് സോൾട്ട് ചേർത്ത് അത് നല്ലതായിട്ട് അത് ഓണിയൻ നല്ലതായിട്ട് മാഷ് ആവും. ഒരു തക്കാളി ചേർത്തിട്ട് മിക്സ് ആക്കിയിട്ട് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് അത് നല്ലതായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. നമുക്ക് നല്ല ഒരു മണമുണ്ട്. ഓക്കെ, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് കാശ്മീർ ചില്ലി, ഒരു സാധാ ചില്ലി, ബ്ലാക്ക് പെപ്പർ, ഗരം മസാല പൗഡർ, എല്ലാ പൗഡർ ഇട്ടിട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ആ മസാല കുക്കാവണം. മസാല കുക്കായ ശേഷം നമ്മൾ കുറച്ചൊരു വെള്ളം ചേർത്ത് നല്ല ഒരു ഗ്രേവി ആയിട്ട്, വല്ലാതെ ഗ്രേവി ഇല്ല, കുറച്ചൊരു ഗ്രേവി ആയിട്ട് ഉണ്ടാക്കിയിട്ട് ആ ഫ്രൈ ചെയ്ത ചിക്കൻ എടുത്തിട്ട് അത് കുറച്ചുകൂടി വെള്ളം മിക്സ് ആക്കാം, ഒരു റോസ്റ്റ് പോലെ. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ കോക്കനട്ട് ഫ്രൈ ചെയ്ത് ഓക്കെ അത് മിക്സ് ആക്കിയിട്ട് കുറച്ച് മല്ലിയില ചേർത്ത് നല്ലതായിട്ട് മിക്സ് ആക്കിയിട്ട് ഇതിന്നിവിടെ നല്ല കോമ്പിനേഷൻ എന്ന് പറഞ്ഞ് പൊറോട്ട, കേരള പൊറോട്ട. അപ്പോൾ നമ്മൾ ഈ പൊറോട്ട ഉണ്ടാക്കാൻ പോകുന്നത്. ഓക്കെ, ഇനി പൊറോട്ട ഉണ്ടാക്കിയ ശേഷം എങ്ങനെയാണെന്ന് നമ്മൾ പറയാം. സോ നമ്മൾ പൊറോട്ട റെഡി. ഇനി നമ്മൾ പ്ലേറ്റിലോട്ട് പോകാം, സെർവ് ചെയ്യാം. നമ്മൾ ഓൾറെഡി പ്ലേറ്റ് റെഡിയായി വെച്ചിരിക്കുന്നത്, അതിൽ നല്ലതായിട്ട് ഗാർണിഷ് ചെയ്ത് നല്ലതായിട്ട് സെർവ് ചെയ്തെടുക്കാം. അടിച്ച് വെച്ച പൊറോട്ട ഇന്ന് സൈഡിൽ വെക്കാൻ പോകുന്നു. നല്ലതായിട്ട് കോമ്പിനേഷനാണ് പൊറോട്ട, സൂപ്പർ ടേസ്റ്റാണ്. ഓക്കെ, നമ്മൾ നാടൻ സ്റ്റൈൽ ചിക്കൻ റോസ്റ്റാണ്, സ്പെഷ്യൽ ചിക്കൻ റോസ്റ്റ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക്, എങ്ങനെ ഉണ്ട്. ഓക്കെ, നിങ്ങളിത് കമൻറ്റിൽ ഫീഡ്ബാക്ക് കൊടുക്കണം. ഓക്കെ, നിങ്ങൾ ഫീഡ്ബാക്ക് കൊടുത്ത് നമ്മളെ ഇനി നല്ലതായിട്ട് ട്രൈ ചെയ്യാം.